ഹായ് അമ്മി, ഞാൻ സെനോബീറ്റീസിൻ്റെ ഇന്ദുവാണ്. എൻ്റെ ആർമി എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആർമി, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ജിമിനെയും ആക്ട്രസ്സായ സോങ് ഡൗനെയും കുറിച്ചിട്ടുള്ള കുറച്ച് റൂമേഴ്സൊക്കെ ആർമിയെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ആർമി എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് ആർമിയുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ഐഡൽസിന് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് ഓർത്തുള്ള ടെൻഷനോ വിഷമോ ഒന്നും നമുക്ക് പാടില്ല. നമ്മുടെ ഐഡൽസിൻ്റെ ഇഷ്ടം എന്താണോ ആ രീതിയിൽ അവർ മുന്നോട്ട് പോട്ടെ എന്ന രീതിയിൽ മാത്രം ആർമി എന്നല്ല ഏതൊരു ഫാൻഡവും ചിന്തിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതുപോലത്തെ ഡീറ്റെയിൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 2022 മുതൽ കേൾക്കുന്ന ഒരു റൂമറാണ് ജിമിൻ ഹാസ് എ സീക്രട്ട് ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് ആക്ടർ സോങ് ഡൗൻ ആണെന്നും പറയപ്പെടുന്നുണ്ട്. ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്നാലും കൂടുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇത് പരക്കുന്നുണ്ടായിരുന്നു. സോങ് ഡൗൻ എന്ന ഈ ഒരു ആക്ട്രസ് 2016 പുറത്തിറങ്ങിയിട്ടുള്ള ദ ഹാൻഡ് മെയ്ഡൻ എന്ന മൂവിയിലെ ഹീറോയിനാണ്. ചില സൗത്ത് കൊറിയൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും മറ്റുമാണ് ഈ ഒരു റൂമേഴ്സ് അന്ന് ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നത്. ബാങ് തൻ ജിമിങ് ഡേറ്റിംഗ് വിത്ത് സോങ് ഡൗൻ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇത് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 12ലധികം തെളിവുകളൊക്കെയായിരുന്നു അവരന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2022 ജൂൺ 29 ജിമിൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഇയറിങ്സ് ധരിച്ചിട്ടുള്ളത്. സോങ് ഡൗനും അതേ സെയിം ഇയറിങ്സ് ധരിച്ചുകൊണ്ട് അതേ ദിവസം തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും വൈറലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂൺ 8 ഇരുവരും ഒരേ സ്റ്റോറി തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും 1 മിനിറ്റ് ഗ്യാപ്പിൽ. ജൂൺ 14 സോങ് ഡൗണിൻ്റെ ബർത്ത്ഡേക്ക് ഇരുവരും സെയിം സോക്കർ ഗെയിമിൽ പങ്കെടുത്തതും ജനശ്രദ്ധ നേടിയിരുന്നു. എലീഡ് എന്ന മൂവി കാണണമെന്ന് ഫാൻസിനോട് ജിമിൻ റെക്കമെൻഡ് ചെയ്യുകയും അതിനടുത്ത ദിവസം സോങ് ഡൗൺ ഈ മൂവി കണ്ട് അതിൻ്റെ സ്റ്റോറിയും ഫോട്ടോസും എല്ലാം ഷെയർ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. റബ്ബർ ട്രീസും പിയോണി പ്ലാന്റ്സും ഒക്കെ തനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, തൻ്റെ റൂമിൽ ഇതെല്ലാം പ്ലാൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ജിമിൻ ചില ഇൻ്റർവ്യൂസിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു Q&A പ്രോഗ്രാമിൽ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ റബ്ബർ ട്രീസും പിയോണി പ്ലാന്റ്സും റൂമിലെല്ലാം നട്ടുപിടിപ്പിക്കണമെന്ന് ഇവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൻ്റെ നെക്സ്റ്റ് പെറ്റിന് ഗാങ്യാങ്ജി എന്ന് പേര് നൽകുമെന്നും ജിമിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗാങ്ഷി മീൻസ് പപ്പി, ഗൊയാങ്ങി മീൻസ് പൂച്ച. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഗാങ്യാങ്ജി എന്ന പേരിടുമെന്ന് ജിമിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു Q&Aയിൽ നമ്മുടെ ആക്ട്രസിനോട് ചോദിച്ചു പൂച്ചയാണോ പപ്പിയാണോ ഫേവറേറ്റ് എന്ന്. അപ്പോൾ അവരും പറഞ്ഞത് ഗാങ്യാങ്ജി ആണെന്നാണ്. ഈ ഒരു മറുപടി പറഞ്ഞതും സംശയിക്കപ്പെടുന്ന ഒന്നാണ്. ജാംസിൽ ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് സോങ് ഡൗൻ പിക്ക് എടുത്ത് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിരുന്നു. അന്നേ ദിവസമായിരുന്നു BTSന്റെ ജാംസിൽ ഒളിമ്പിക് സ്റ്റേഡിയത്തിലെ ലാസ്റ്റ് കൺസേർട്ടും. സ്ട്രീറ്റിലും മോൾസിലും മറ്റും ജനങ്ങളെ കൗതുകപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പീനട്ട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു, അതായത് ഒരു ബൊമ്മ മാതിരി. ഇരുവരും അതിനോടൊപ്പം നിന്നെടുത്ത പിക്ചേഴ്സും മറ്റും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. രണ്ടുപേരും ഒരുപോലെ പീനട്ടിനെ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളതും ഫാൻഡത്തിനിടയിൽ ഒരു സംശയം നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്പർ 5 എന്ന പേരിൽ ഡൗൻ ഒരു കോഫി ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് BTS മെമ്പേഴ്സ് സീരീസിൽ ജിമിൻ്റെ നമ്പറാണെന്നുള്ള കാര്യം ആർമിയോട് ഞാൻ പറഞ്ഞിരേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല ആ കോഫി ഷോപ്പിൻ്റെ പിക്ചേഴ്സ് പർപ്പിൾ ഹാർട്ട് ക്യാപ്ഷനോട് കൂടി സോഷ്യൽ മീഡിയയിൽ അവർ ഷെയർ ചെയ്തിട്ടുമുണ്ടായിരുന്നു. 2023 ഒക്ടോബർ 20 ഇത്തരം ചില റൂമേഴ്സിനെതിരെ അവർ റിയാക്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴിതാ ഇക്കഴിഞ്ഞ മെയ് 16 വീണ്ടും ഡേറ്റിംഗ് റൂമേഴ്സ് പുറത്തു വന്നു. റിവർ ബാങ്ക്സിലെ ഫുട്പാത്തിലൂടെ അവർക്കൊപ്പം മറ്റൊരു ബോയ് നടക്കുന്ന വീഡിയോ അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരുടെ രണ്ടുപേരുടെയും കാല് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അതായത് ഒരു പിങ്ക് ഇമോജീസ് വെച്ചിട്ട് അവരെ കവർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേ സെയിം ഷൂസ് ധരിച്ചുകൊണ്ട് ജിമിൻ്റെ ചില പിക്ചേഴ്സും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി സംശയിക്കപ്പെടുന്ന മറ്റൊരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ യെല്ലോ ബലൂണിൻ്റെ വീഡിയോ ഈ ആക്ട്രസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് കുറേ നാൾ മുൻപ് തന്നെ ജിമിനും മുൻപ് ഇതേ സെയിം യെല്ലോ ബോളുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സംശയിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയാസും പറയുന്നത്. ഇതിലെല്ലാം ഉപരി സോങ് ഡൗണിൻ്റെയും അതുപോലെ ജിമിൻ്റെയും പേരെഴുതിയ 2 കീ ചെയിൻസ് അടുപ്പിച്ച് വെച്ചിട്ടൊരു പോസ്റ്റും ഈ ഒരു ആക്ട്രസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ജനങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിച്ചതും
സംശയത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ കൺഫേം ആക്കാനുള്ള കാരണം. അപ്പോൾ ആർമി ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ നിരത്തിയിട്ടുള്ള കാരണങ്ങളൊക്കെ തന്നെ ഫോട്ടോസ് സഹിതം ഇവരത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചുകൊണ്ട് ജിമിനോട് ആ ഒരു പുള്ളിക്കാരിക്ക് പ്രണയമാണെന്നോ അല്ലെങ്കിൽ ജിമിന് തിരിച്ച് പ്രണയമാണെന്നോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ അവരൊരു ആർമി ആയിരിക്കാം, അവരുടെ ബയസ് ജിമിനായേക്കാം. അതല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ ഫുട്പാത്തിലൂടെ ഒന്നിച്ച് നടന്നതും പോയതും കാര്യങ്ങളൊക്കെ അത് ജിമിനാകണമെന്നില്ല. അതേ സെയിം ഷൂസ് മറ്റൊരാൾ ഉപയോഗിച്ചതായിക്കൂടെ? ആവാൻ ചാൻസ് ഉണ്ട്. ഒരു യെല്ലോ കളർ ബലൂൺ ജിമിൻ പിടിച്ചു എന്ന് വിചാരിച്ച് ആ പുള്ളിക്കാരി അതേ ബലൂൺ പോസ്റ്റ് ചെയ്താൽ അതിന് അർത്ഥമാക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇത്രയേറെ തെളിവുകൾ, അതും ആ സെയിം ദിവസം തന്നെ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്, ഇയറിങ്സ് ഇട്ട കാര്യവും മറ്റും. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എവിടെയൊക്കെ ഒരു സംശയിക്കേണ്ടതായ ചില കാര്യങ്ങളും ഉണ്ട്. BTS മെമ്പേഴ്സിനെ സംബന്ധിച്ച് അവർ ഡേറ്റിങ്ങിലാണ്. ചിലപ്പോൾ അവർക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. ചിലപ്പോൾ അവർ ഗേ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ സ്ട്രെയിറ്റ് ആയിരിക്കാം. ഇതെന്താണെന്നുള്ള കാര്യം അവർ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ഒരു 90% അവർ ഗേ അല്ലെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഇൻ്റർവ്യൂസിനും ഇല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറിൻ്റെ കോൺസെപ്റ്റ് പറയുമ്പോഴൊക്കെ അവർ പറയാറുള്ള ഒരു വൈഫ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവർ സ്ട്രെയിറ്റ് ആയിരിക്കാം, ഗേ അല്ല. പിന്നെ അവർക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരിക്കാം. അത് പക്ഷേ ഇതെന്ന് പറയുന്ന K-pop എന്ന് പറയുന്ന ഈസ് ഓൾസോ എ ബിസിനസ് ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്, ഓൾസോ എ ബിസിനസ്. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാൻഡം താഴേക്ക് പോവുമോ? അതായത് മറ്റേ താവോ എന്ന് പറയുന്നൊരു പുള്ളിക്കാരനില്ലേ, നമ്മുടെ എക്സോ ബാൻഡിലെ താവോയൊക്കെ പോലെ ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് അറിയുമ്പോൾ ഫാൻസ് നേരെ തിരിയും, അവനെതിരായിട്ട് തിരിഞ്ഞു പോയില്ല. ആ ഒരു അവസ്ഥയൊക്കെ BTS നേരിടാതിരിക്കാൻ ഹൈഡ് ചെയ്യുന്നതാവാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ വെറും പച്ചക്കള്ളമാകാം, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയാണ്, ജനങ്ങളാണ്, ബഹുജനം പലവിധം എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ ചുമ്മാ തട്ടിവിടുന്നതും ആകാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഇത് കേട്ടിനി ജിമിൻ ബയസ് ആയിട്ടുള്ള പൊട്ടിക്കാളി പെമ്പിള്ളേരൊന്നും ടെൻഷൻ അടിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഞാനൊക്കെ ജെഹോപ്പിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, പക്ഷേ അതൊരു ഡീപ്പ് പ്രണയമൊന്നും ആകാൻ വന്നിട്ടില്ല. എന്നാലും ഭയങ്കര ഇപ്പോഴും ഇഷ്ടമാണ്, ക്രഷാണ്. പക്ഷെ അവരെ നമുക്ക് കിട്ടുമെന്നുള്ളത് നമ്മളുടെ ഒരു ബുദ്ധിയില്ലായ്മ മാത്രമാണ്. അതോർത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. നമ്മൾ അവരുടെ ഫാൻഡോ ആണ്. ലോകത്തിൽ അവരെ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നത് നമ്മളെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അല്ല, അങ്ങനെയാണ്. അവരെ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന അവരുടെ ഫാൻഡത്തിനെയാണ്. ആ ഒരു റെസ്പെക്റ്റ് നമ്മൾ കീപ്പ് ചെയ്ത് പോവുക. എനിക്കിത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ആർമി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സരാങ്കയോ, ബായ്.